സാർ, ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. മാനസികമായിട്ട് ഞാൻ ഫിറ്റല്ല. കാരണം ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അജിത് പവാറിൻ്റെ മരണം കേട്ടപ്പോൾ മുതൽ ആകപ്പാടെ ഒരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി. മനുഷ്യരൊക്കെ ഇത്രയേ ഉള്ളോ എന്നൊരു ചിന്ത. എന്തായിരുന്നാലും ഈ അടിയന്തര പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ മന്ത്രിയുടെ ഒരു പ്രസംഗം കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന ഒരു പോസ്റ്റാണ് എനിക്ക് അയച്ചു തന്നത്. അതിനകത്ത് കാരണം അയ്യോ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാത്തിനും കേരളം ഒന്നാമതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ എൻ്റെ ഇരിപ്പുണ്ട്, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ അയച്ചു തരാം. അപ്പോൾ അതിനകത്ത് ആരോഗ്യരംഗം എടുത്തു പറഞ്ഞു കേരളം ഒന്നാമതാണ്. ഇവരാരും വെറുതെ പറഞ്ഞതല്ല സാർ, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രസ്താവനയും സത്യസന്ധമായിട്ടുള്ളത് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത്. കാരണം എൻ്റെ പ്രദേശം കുട്ടനാട് എന്ന പ്രദേശത്ത് 107 കോടി രൂപ മുടക്കി പുളുങ്ങുന്ന താലൂക്ക് ഹോസ്പിറ്റൽ, ആ മന്ത്രി പ്രിയങ്കരിയായ മന്ത്രി 3-4 പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഫണ്ട് അനുവദിച്ചു. കിബിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഇന്നത് ടെൻഡർ ചെയ്യാൻ പോകുന്നു. ഞാനിന്ന് കിബി പോയിട്ട് വന്നതാണ്. ഇന്നത് ടെൻഡർ ചെയ്യുകയാണ്. അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് സാർ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനികമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ചികിത്സയിലേക്കാണ് ആ ഹോസ്പിറ്റൽ വരുന്നത്. ഇതൊന്നും മറന്നു കളയാനൊട്ടൊക്കത്തില്ല ഞങ്ങളെ സംബന്ധിച്ച്. സാർ, എല്ലാ PHSC ആയാലും CHSC ആയാലും അതുപോലെ തന്നെ ഫാമിലി സെൻ്റർ ആയാലും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ തകഴിയിൽ നല്ല രീതിയിലൊരു ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം നടന്നു. അതുപോലെ തലവടിയിൽ ഉദ്ഘാടനം നടന്നു. ഇതെല്ലാം പ്രിയങ്കരിയായ മന്ത്രി ഓൺലൈനിലാണ് ഇതെല്ലാം ഉദ്ഘാടനം നടത്തിയത്. കാരണം ഇതിനൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രവർത്തനം തന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും മറന്നു പോകാനൊക്കത്തില്ല. നിപ്പയും കോവിഡും ഒക്കെ വന്ന സമയത്ത് ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നു. എനിക്കറിയാം, കുവൈറ്റിൽ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലോട്ടൊന്നും ആരെയും കൊണ്ടുചെല്ലണ്ടെന്നാണ് പറയുന്നത്. അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം മരണം അവർ കൊണ്ടൊന്ന് കത്തിച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് പോയപ്പോൾ കേരളത്തിൽ എവിടെയാണ് സാർ അങ്ങനെ സംഭവിച്ചത്? കേരളത്തിൽ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ജനം നോക്കിയിരിക്കുന്നൊരവസ്ഥ. ആരോഗ്യമന്ത്രി വളരെ നല്ല രീതിയിൽ ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട KK ശൈലജ ടീച്ചർ ഓടി നടന്നു, അതുകൊണ്ട് പ്രവർത്തിച്ചു. ഇതൊന്നും വിട്ടുകളയാനായിട്ടൊക്കത്തില്ല. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ് സാർ. എന്തുകൊണ്ടാണ് ഇത് മറന്ന് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ പ്രിയങ്കരനായ വിഷ്ണുനാഥ്, അദ്ദേഹം ഇല്ല എന്ന് ഇവിടെ സ്പീക്കർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഏതായാലും പെട്ടെന്ന് ഓടി വന്നു. കാരണം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ചില കാര്യങ്ങളൊന്നും എടുത്തു പറഞ്ഞതല്ലാതെ അത്യാധികമായ രീതിയിൽ നല്ല രീതിയിൽ ഇന്ന വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് അതിനകത്ത് സാഹചര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ആ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സാർ. നമുക്കിവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും അതിനുള്ള സംവിധാനമുണ്ട് സാർ. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിയങ്കരനായ പ്രമോദ് നാരായൺ എടുത്തു പറഞ്ഞു. ഞാനും അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 2 മെഡിക്കൽ കോളേജുകളാണ്. കാരണം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന് ഏറ്റവും പ്രസക്തി ഉള്ളതിന് കാരണം നമുക്കറിയാം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു. എല്ലാവരും ഓടിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്ന അവിടെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായത്, എറണാകുളത്തെ ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരാൾ പറഞ്ഞു എന്നെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം വിശ്വാസമാണ് മനുഷ്യർക്ക് മെഡിക്കൽ കോളേജ്. കാരണം പണ്ട് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലെയൊക്കെ 1-2 മെഡിക്കൽ കോളേജുകളുടെ പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഉയർന്നു നിന്ന് ഇന്നതല്ലല്ലോ സാർ, ഏറ്റവും നല്ല രീതിയിൽ. കാരണം നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് സാറേ. ബെല്ലടിച്ച 1-2 കാര്യമൊന്ന് പറഞ്ഞോട്ടെ, കാരണം ഇവിടെ കേൾക്കാനും ആരുമില്ല. കേൾക്കാനുള്ളവർ കേട്ടോട്ടെ സാർ. എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ, ഈ ആരോഗ്യ മന്ത്രി ഉൾപ്പെടെ അദ്ദേഹം ഇടപെടുന്ന ഈ സംവിധാനത്തെ ഇരുത്തിക്കാട്ടുന്ന രീതിയിൽ നിന്നും പ്രതിപക്ഷം പിന്മാറണം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള പിന്തുണയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു വലിയ സംവിധാനമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് ജനം അറിയട്ടെ. അതുകൊണ്ടാണല്ലോ ആരോഗ്യമന്ത്രി പറയുന്നത്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തെ ജനം അറിയട്ടെ. ജനം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം
പിന്നെ ജനങ്ങൾ കേൾക്കാനായിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സാർ, ശിശുമരണ നിരക്കിലും ആരോഗ്യ പരിപാലനത്തിലും കേരളം മറ്റെല്ലാവർക്കും മാതൃകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു സംവിധാനത്തിലേക്കും പോകാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് സാർ, ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുകയാണ്.